ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് കച്ചേരി ബൈ തലപ്പതി. അനിരുദ്ധ എന്നല്ലേ അടിച്ച് പൊളിക്കാൻ ആശാൻ. കാണിക്കും കേട്ടോ. ആശാൻ ഇപ്പൊ എല്ലാ സോങ്ങിലും അപ്പിയറൻസും ഉണ്ട്. അപ്പിയറൻസ് ഉണ്ട് എല്ലാത്തിനും കുറച്ചും. ഇത് അനിമേഷൻ ആണ്, അതല്ല ഒറിജിനൽ. തിയേറ്ററിലൊക്കെ എന്തായിരിക്കും ഈ പ്രായത്തിൽ നമുക്ക് കളിക്കണം കേട്ടോ. വിഷയമില്ലല്ലേ. ഇനി ഇതേപോലെ ഒരു ഇതിനെന്തോ പറയുന്നത്, ട്രെയിലർ കാർഡാ ഇങ്ങനെ വന്നു പോകുന്നതിന്, ടൈറ്റിൽ കാർഡ്. അങ്ങനെ എന്തോ പറയത്തില്ല. ടൈറ്റിൽ കാർഡ് നീ എന്താ പറയണം? അല്ല, ഇനി ഇതേപോലെ ഒരു അതന്നെ അനിരുദ്ധിന്റെ സ്ഥിരം പരിപാടിയാണ് ലാസ്റ്റ് കേട്ടാ, വിശ്വസിക്കാൻ വയ്യ. തിയേറ്ററിൽ കയറണവരെ അറമാതി അല്ലേ, ഒന്നും പറയില്ല, അറമാതിച്ച് കൊള്ളും. വോയിസ് കേട്ടോ. എന്തിന് അഭിനയം നിർത്തിയത്? എന്തിന് മലയാളി നമുക്ക് ഈ സ്റ്റെപ്പ് കളിക്കണം കേട്ടോ. മമ്മിത്തല്ലേ തലപ്പത്തിലൂടെ ഇത് കിട്ടിയില്ലേ. അവളുടെ ഭാഗ്യം ലാസ്റ്റ് പടത്തിൽ തന്നെ. ലാസ്റ്റ് പടം തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇത്രയും മലേഷ്യയില് മറ്റടുത്ത് പൊട്ടി പളിച്ചാകുമ്പോ ചിലപ്പോ തിരിച്ച് മറ്റടുത്ത് പൊട്ടി പളിച്ചാകുമ്പോ ചിലപ്പോ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അണ്ണാ എന്നടാ വൺ ലാസ്റ്റ് ഡാൻസ്. ഇനിയുണ്ടോ? ഇല്ല അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ പറഞ്ഞു ചിലപ്പോ ഇനിയും കാണാം. ഇതേ സെയിം ഡയലോഗാണ് ഇപ്പൊ മലേഷ്യയിലെ ആ ഇത് കണ്ടായിരുന്നു. അതിനെ വെച്ച് പുള്ളി പറയുന്നു. അത് ഓഡിയോ ലോഞ്ച് ആയിരുന്നോ? ഓഡിയോ ലോഞ്ച് അല്ലേ, തോന്നുന്നു. മൂവി പ്രൊമോഷൻ എന്തോ. പക്ഷെ അത് ഇത് കണ്ടിട്ട് ക്രൗഡ് മൂവി പ്രൊമോഷൻ ആയിരിക്കും. ഒരു രക്ഷയില്ലല്ലേ. എന്തു ക്രൗഡ് മലേഷ്യയിലൊക്കെ പുള്ളിയുടെ എന്താണെന്ന് അറിയണമെങ്കിൽ. പിന്നല്ലാതെ അത് ഇതുപോലെ ഒരാളൊന്നും എനിക്കൊന്നും ഒരു പൊളിറ്റീഷ്യൻ അവിടെ ചെന്നാൽ പോലും ഈ ലെവലിലൊന്നും ഒരു ക്രൗഡ് പുള്ളി. രജനീകാന്തിനൊക്കെ ഫാൻസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ അത്രേ ഉള്ളൂ. രജനീകാന്തിന് പിന്നെ എവിടെ പോയാലും കാണും, ലോകത്തെവിടെ പോയാലും. നമുക്ക് ആ പുള്ളി ലൈഫ് രജനീകാന്ത് ആണ് ദളപതി. ഇത് ഇളയ ദളപതിയാണ്. അതൊക്കെ പണ്ടെണ്ണ, അതെല്ലാം പണ്ട്. ഇപ്പൊ നമ്മ ഇളയ തലപ്പതി ഇതോടെ തീർന്നു. ഇല്ല ഇനി പുതിയ വഴി വരെയല്ലേ. ഇത് അഭിനയത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ കരിയറിൽ നിൽക്കുന്നവർക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പുതിയൊരു ഇത് കയറി ഇപ്പൊ എല്ലാവരും ശിവകാർത്തികേയൻ ഒരു അപ്പൊ പറയുമ്പോഴത്തേക്ക് അവര് പറയുന്നുണ്ട് അങ്ങനെ പറയരുത്, ഒരു ഇളയ ദളപതി ഉള്ളൂ, അത് വിജയാണ്. സ്റ്റാർഡം ഇങ്ങനെ പിടിക്കാൻ ഇനി പറ്റത്ത എത്ര വർഷമാണ് ഇപ്പോഴും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോ ഇതിനകത്ത് തന്നെ പുള്ളി മലേഷ്യയില് കളിച്ച വീഡിയോ ഉണ്ടായിരുന്നു.
ഇളയരാജ സോങ് ഇത് തന്നെ വൺ ലാസ്റ്റ് ടൈം കോട്ടനെ കളിച്ചല്ലേ? പുള്ളിയുടെ ആ ലൈവ് സ്റ്റേജിൽ എങ്ങനെ കളിക്കുന്നു അല്ലേ എനിക്ക് വയ്യ. ഹെവി അല്ലേ 51 years old still rocking the stage അല്ലേ ഇനിയൊരു ഇതേപോലെ നിൽക്കണം മനുഷ്യൻ. കൂൾ കൂളായിട്ട് അതും എത്ര ക്രൗഡാണ് പുള്ളി ഇതെന്നുള്ളത് എന്തായാലും ഡിസൈഡഡ്. പിന്നെ 2026 നമുക്ക് നമ്മൾ കേരളത്തിലാണെങ്കിലും വി ആർ ഓൾ എക്സ്പെക്ടിങ് സംതിങ്. Yeah. നമ്മൾ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട്. വി ആർ ഓൾ എക്സ്പെക്ടിങ് സംതിങ് ഇൻ 2026. CM 2026 അത് അതിനുള്ള മുന്നോടിയായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെല്ലാം. പക്ഷെ മക്കളെ ഇവിടെ ഉള്ളിന്റെ ഉള്ളില് കിട്ടില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അറിയാം സിനിമയിൽ വരൂടാ. ഇല്ല ഇത് അങ്ങനെ ഇല്ല. എനിക്ക് എന്താണ് പുള്ളി എടുത്ത ഇനീഷ്യേറ്റീവിനോട് ടോട്ടൽ 100%. പിന്നെ പുള്ളിയുടെ ഇറ്റ്സ് ഹൈ ടൈം ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് കുറച്ച് പുതിയ ഇതെല്ലാം കാണിച്ചത്. ഈ പഴയ ആൾക്കാർ തന്നെ നിന്ന് ഈ ഒരേ രീതിയിൽ തന്നെ പോകുന്നതിനേക്കാളും പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ആൾക്കാർ വന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലും ഒരു പാഠമാണ്. നമ്മുടെ നാട്ടിലും ഈ പഴയ ആൾക്കാർ നിന്ന് ചെയ്യുന്നതിന് പകരം യങ്സ്റ്റേഴ്സിനും പുതിയ ആൾക്കാർക്കും പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നവരെ പ്രൊമോട്ട് ചെയ്യാനും ഇതൊരു ഇൻസ്പിറേഷൻ ആവും. ഇപ്പം പുള്ളി വന്ന് CM ആയി പുള്ളി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. പിന്നെ അതിനുള്ള ഒരു ഗത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കേ ഉള്ളത്. പുള്ളിക്ക് ഇനി പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ആർ ഓൾ എക്സ്പെക്ടിങ് ദാറ്റ്. അത് ഈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനായിട്ട് പുള്ളിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. ആസ് ഓഫ് നൗ നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം ഇനി വിജയ്ക്ക് ഇതേപോലെ ഒരു ട്രെയിലർ റിലീസോ ഇതോ ഉണ്ടാവില്ല. സോ അതൊരു വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. പക്ഷേ സ്റ്റിൽ വി ആർ എക്സൈറ്റഡ്. എല്ലാ തവണയും വിജയുടെ ട്രെയിലർ പുറത്തു വരുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് അറ്റ് ഇറ്റ്സ് പീക്ക്. നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിലും അതെ 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 ഫസ്റ്റ് ഫസ്റ്റ് മാക്സിമം ട്രൈ ചെയ്യും. നടന്നില്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കാണും, റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കാണും. അതെ, പൊളി ക്യാമറ ക്യാമറ ഇല്ലാതെ പിന്നെ എല്ലാവരും കണ്ടു. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു ഇനി ചിലപ്പോൾ അതേപോലെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുന്ന വരില്ല. ഒരിക്കലും കിട്ടില്ല. ഡെഫിനറ്റ്ലി ഗോ ടു തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ദ മൂവി. പിന്നെ അനിരുദ്ധിന്റെ പാട്ട് അടിയും എല്ലാം ഇനി കിട്ടൂല. അപ്പൊ alright guys, bye from the twins and free Jesus. Alright, see you guys.